ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയത്തുണ്ടായി. 68 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ് ഒരു പാവം സ്ത്രീ മരിച്ചു. തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന സ്ത്രീക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഒരുപക്ഷെ അവർക്ക് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന സ്റ്റാൻഡ് ബൈസ്റ്റാൻഡറായിരുന്നു ഈ അമ്മ. ഒരുപക്ഷെ അനാസ്ഥയുടെ ഒരു ഇരയായിട്ട് ഈ അമ്മ മരിച്ചു. ഒരുപക്ഷെ നമുക്ക് കേരളത്തിലെ പല ആശുപത്രികളിലും ഇങ്ങനെ പഴയ കെട്ടിടങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ കൂടി ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുന്നു. ഈ ഒരു അനാസ്ഥയുടെ ഇരയായോ ഈ അമ്മ എന്ന ചോദ്യത്തോടെയാണ് നമ്മളിന്ന് പ്രൈം ടൈം ആരംഭിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ബിൽഡിംഗ് മൊത്തത്തിൽ ഇടിഞ്ഞ് താപ്പോട്ട് വീഴുമായിരുന്നു. ആ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് പൊടിഞ്ഞ് ഭയങ്കര പുകയായി പോയി. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റു അപകടങ്ങൾ ഉണ്ടായില്ല. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. സത്യത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കേണ്ടതാണ്. അവരാണ് പറഞ്ഞത്, ഔദ്യോഗികമായി പറയാണ് മാധ്യമങ്ങളോട്, ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 മണിയോടെയാണ് നാടിനെ ആശങ്കയിലാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണത്. അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷമാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ മൃതദേഹം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലെത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാവിലെ 10:30യോടെയാണ് ആശങ്ക ഉയർത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണത്. 14-ാം വാർഡിലെ ശുചിമുറിയുള്ള ഭാഗമാണ് തകർന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കുണ്ടായെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം. അത് ഇടിഞ്ഞു വീഴുക. ഞങ്ങൾ ചായക്കട നിന്നപ്പോഴായിരുന്നു സംഭവം. പെട്ടെന്നായിരുന്നു. ഒരാളെ കണ്ടോളൂ, ഞാൻ ഒരാളെ കണ്ടോളൂ. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല, കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. ഒരാളെ ഞാൻ റെസ്ക്യൂ ചെയ്തു. ഒരാൾ അപ്പുറത്തായിരുന്നു, അപ്പുറ സൈഡിലായിരുന്നു. അവർ തെറിച്ചു വീണു. അല്പസമയത്തിനകം തന്നെ മന്ത്രി VN വാസവൻ അപകടസ്ഥലത്തെത്തി. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും. അടച്ചിട്ട കെട്ടിടമാണ് തകർന്നതെന്ന് മന്ത്രിമാർ. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. അല്ലല്ല, അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകളും ഭർത്താവും അറിയിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. 12:30യോടെ രക്ഷാപ്രവർത്തനത്തിന് JCB സ്ഥലത്തെത്തിച്ചു. ഒരു മണിയോടെയാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അതായത് അപകടമുണ്ടായി 2.5 മണിക്കൂറിന് ശേഷം. ഇതോടെ രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണം ശക്തമായി. മന്ത്രിമാർ അപകടസ്ഥലത്ത് നടത്തിയ പ്രസ്താവനകളിൽ വിമർശനം. വിശദീകരണവുമായി മന്ത്രിമാർ. ഇവിടെ ഉണ്ടായിരുന്ന അധികൃതർ അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്തിരുന്നതാണ് ആ ബാത്റൂം. കേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അവർ പറഞ്ഞതാണ്. ഇനി അങ്ങനെ അല്ല എന്നുള്ളതെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് മനുഷ്യ പറഞ്ഞത്. അല്ല, അത് അടച്ച ബ്ലോക്കാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു അടഞ്ഞ് ആ ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരുന്നൊരു ബ്ലോക്കാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണോ ആ ഘട്ടത്തിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്ക് ആ അപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ആണല്ലോ, അത് ഹൈഡ് ചെയ്തല്ലോ നിങ്ങളോട് പറയുന്നത്. ഇതിനിടെ ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും പ്രതിഷേധം ശക്തം. തലസ്ഥാന നഗരത്തിലും വിവിധയിടങ്ങളിലും മന്ത്രിക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ രംഗത്തിറങ്ങി. Kapitan Mungunde!
വൈകിട്ട് 5 മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജിലേക്ക്. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രയോഗം. മെഡിക്കൽ കോളേജിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി എന്നാൽ അപകടസ്ഥലം സന്ദർശിച്ചില്ല. സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ന്യൂസ് ഡെസ്ക് 24. അതിനിടയിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം ബാധിച്ച് കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രക്തസമ്മർദ്ദം കൂടിയതാണ് കാരണമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ ട്രിപ്പ് അവസാനിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര തുടരുമെന്നാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട 1-2 ആളുകൾ എന്നോട് ഫോണിൽ പറഞ്ഞത്. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വല്ലാത്ത സമ്മർദ്ദം അവർക്ക് അനുഭവപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ പറയുന്നു. അകത്ത് ആരുമില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് കരുതിയതെന്നും ഡോക്ടർ ജയകുമാർ. പകരം സംവിധാനം ഒരുക്കാതെ കെട്ടിടം അടച്ചിടാൻ സാധിക്കില്ലായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾ PWD അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ചു കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. 2 വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13, 14, 15 ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനിയും തിരിച്ച് റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ചു കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. എൽദോസ് പാറയിലൊരു കമൻറ്റ് പറയുന്നു, ആ ബിൽഡിങ്ങിൽ 2 ബാത്റൂം ആളുകൾ ഉപയോഗിച്ചിരുന്നു അപകടം നടക്കുന്നതുവരെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിരുന്ന പുതിയ ബ്ലോക്കിൽ നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി, ശരിക്കും വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യമാണ് ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലുള്ളത്. ഈ പഴയ കെട്ടിടത്തിൻ്റെ ഈ ബ്ലോക്ക് അടയ്ക്കാൻ മാർഗമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അത്ര കൂടുതൽ ആളുകൾ വരുന്ന ഒരു രോഗാലയമാണ് ശരിക്കും ഈ കോട്ടയം മെഡിക്കൽ കോളേജ്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? നമുക്ക് ഈ പുതിയ ബ്ലോക്ക് ആരംഭിച്ചാലും പഴയ ബ്ലോക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? SKN തീർച്ചയായിട്ടും ഇതാണ്, ഞാൻ ഈ നിൽക്കുന്നതാണ് പുതിയ ബ്ലോക്ക്. എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശം 90% പണി കഴിഞ്ഞു, അനുമതികളെല്ലാം ലഭിച്ച് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിലേക്ക് എത്രയും വേഗം മാറ്റണം, ആ ബിൽഡിങ്ങിൽ നിന്നും രോഗികളെ ഇവിടേക്ക് മാറ്റണമെന്ന് ഈ ആശുപത്രി അധികൃതർ തന്നെയാണ് സർക്കാരിനോടൊക്കെ ആവശ്യപ്പെട്ട് അതിനുള്ള അനുമതികളെല്ലാം നേടി വന്നത്. എന്നാൽ അതിനിടയിൽ ജൂലൈ 30-ാം തീയതിയോളം അല്ലെങ്കിൽ ഈ മാസം അവസാനം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച സൂപ്രണ്ട് ജയകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഒരു കെട്ടിടത്തിൽ നിന്നും പൂർണ്ണമായി ആളുകളെ, ആ കെട്ടിടത്തിലെ സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത് അത് അസാധ്യമാണ്. കാരണം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊരു സർവീസ് അവസാനിപ്പിച്ച് ഒരു ദിവസം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഘട്ടം ഘട്ടമായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു പ്രാക്ടിക്കൽ വശം. എന്തായാലും ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാകുക, അതിൻ്റെ അവസാനഘട്ട നിർമ്മാണത്തിലായിരുന്നു. അത് പ്രവർത്തന സജ്ജമാകുന്നതിന് വേണ്ടിയുള്ള എടുത്തൊരു കാലതാമസമാണ് ഉണ്ടായത് എന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ 10, 11, 14 വാർഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ബാത്റൂം കോംപ്ലക്സ് ആണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അത് ഉപയോഗിക്കരുത്, ആ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതായത് 11, 14 വാർഡുകളുടെ ബാത്റൂം കോംപ്ലക്സ്
കോണക്സ് ഉപയോഗിക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നായിരുന്നു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെ ഇവരൊക്കെ ഈ മരിച്ച ബിന്ദു അടക്കം അതിൽ അവിടെ കയറി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റൊരു വിവാദം, വലിയ വിവാദമായത് ആദ്യം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കേ പരിക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ബിന്ദുവിന്റെ വിവരം അല്പം വൈകിയാണ് അറിഞ്ഞത്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ജയകുമാർ പറഞ്ഞത്, ആ സമയത്ത് അവിടെ നിന്നിരുന്ന ആളുകളോട് അന്വേഷിച്ചു, ജീവനക്കാരെല്ലാം കാര്യങ്ങൾ തിരക്കി, അവർ പറഞ്ഞത് പ്രകാരം ആരുമില്ല എന്നുള്ള ഒരു വിവരം അനുസരിച്ചാണ് അങ്ങനെ ആ സമയത്ത് പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അധികൃതർ അറിയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നത് അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്ന സ്ഥലമാണ് ആശുപത്രി. അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനെ ആ ഒരു അർത്ഥത്തിൽ അവർ രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുത്ത് പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ സാധിച്ചു. ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് മെഡിക്കൽ കോളേജിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ സംഭവ സ്ഥലത്തേക്ക് അദ്ദേഹം പോയില്ലെങ്കിലും മന്ത്രിമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഇവിടുന്ന് മടങ്ങിയത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ വിശദമായിട്ടുള്ള കളക്ടറുടെ ഒരു പരിശോധന ഉണ്ടാകും. അതിലൊരു റിപ്പോർട്ട് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രോഗികളെയും അതുപോലെ തന്നെ മറ്റ് കൂട്ടിരിപ്പുകാരെയും ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങിലേക്ക്, ഏറ്റവും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നു. എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ ബെഡുകളും മറ്റുമെല്ലാം സജ്ജീകരിച്ച് ഇതിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നടപടികൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം അത് എത്രത്തോളം സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു സംഭവത്തിന് പല ന്യായങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുതന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. സതീഷ് കുമാർ പറയുന്നു, തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഹിയറിംഗ് ടെസ്റ്റ് നടത്തുന്ന ബിൽഡിങ്ങും അതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളും വലിയ അപകട നിലയിലാണ് എന്ന് പറയുന്നത്. എത്രമാത്രം കറക്റ്റായ വാർത്തയാണെന്ന് അറിയില്ല. ഒരു കമൻറ്റ് സതീഷ് കുമാർ എന്ന പ്രേക്ഷകൻ എഴുതുകയാണ്. എന്തായാലും ഈ പൊതു രോഗാലയങ്ങൾ, ആതുരാലയങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഈ ഒരു കോട്ടയത്തെ സംഭവത്തിന് ശേഷം പരിശോധിക്കേണ്ടതാണ്. വളരെ പഴകിയ കെട്ടിടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ഇടിച്ചു നിരത്തി പുതിയ കെട്ടിടം പണിയുക അത്ര സാധ്യമല്ലെങ്കിൽ പോലും എന്താണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കോട്ടയത്തെ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യേണ്ടതാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ രക്ഷാദൗത്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന വാർത്ത വരുന്നു. കെട്ടിടം തകർന്നു വീണ് 2.5 മണിക്കൂറിന് ശേഷമാണ് ബിന്ദുവിൻ്റെ മൃതദേഹം തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അപകടം ഉണ്ടായത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് എന്ന മന്ത്രിമാരായ വീണ ജോർജിൻ്റെയും VN വാസവൻ്റെയും പ്രതികരണങ്ങൾ രക്ഷാദൗത്യം വൈകിപ്പിച്ചുവെന്ന് പ്രതിപക്ഷം ഇന്ന് ആരോപിച്ചു. രാവിലെ 10:30 നാടിന് നടുക്കിയ അപകടം. 1 മണിക്കൂറിന് ശേഷം സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ സംഭവിച്ചത് അത്ര വലിയ അപകടമല്ല എന്ന തരത്തിൽ. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് ഈ ഭാഗം അടച്ചിട്ടിരുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വേസ്റ്റൊക്കെ കൊണ്ട് അവർ ഡംപ് ചെയ്തിരുന്നതാണ്. ആ സാധനമാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. അവിടെ അല്ലല്ല, അവിടെ കയറി വന്നപ്പോൾ ഈ സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. ഉച്ചയ്ക്ക് 1 മണിയോടെ മാത്രമാണ് ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത്. അതായത് അപകടം നടന്ന് 2.5 മണിക്കൂറിന് ശേഷം. ബിന്ദുവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതെന്ന് ബന്ധുക്കൾ. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്രയും നേരം അവർ അന്വേഷിച്ചിട്ടില്ല. മിനിസ്റ്റർ പോലും പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്നാ. രക്ഷാദൌത്യത്തിൽ ഗുരുതര വീഴ്ചയെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവർ ഈ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എങ്ങനെ ഈ ബാത്റൂമിൽ ആള് വന്ന് ഈ വീഴുന്ന സാഹചര്യം ഉണ്ടായി, എങ്ങനെ ഒരാൾ മരണപ്പെട്ടു, അതിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ. ആളൊഴിഞ്ഞ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് എന്ന മന്ത്രിമാരുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് രോഗികളുടെയും കൂട്ടിയിരിപ്പുകാരുടെയും പ്രതികരണം. ഞങ്ങൾ ഇന്നലെ മുതലേ ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 2 ബാത്റൂമേ ഉള്ളൂ.
അതിൻ്റെ അകത്തിൽ അവിടെ ഞങ്ങൾ കുളിച്ച് 10 മിനിറ്റ് ആയതേ ഉള്ളൂ കുളിച്ചിറങ്ങിയിട്ട്. നമുക്ക് അവരെന്താ പറയുന്നത് നമുക്കറിയത്തില്ല. ഞങ്ങൾ ഇന്നും അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിൽ കുളിച്ചിങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സൈഡിലേക്കും അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് വരിക. കാലപ്പഴക്കം ചെന്നതും ബലക്ഷയമുള്ളതുമായ കെട്ടിടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. അപകട സ്ഥലത്തെത്തിയപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം പ്രതികരിച്ചതെന്ന് മന്ത്രി വീണ ജോർജ്. രക്ഷാദൌത്യം വൈകി എന്ന ആരോപണവും തള്ളുകയാണ് പിന്നീടും മന്ത്രിമാർ ചെയ്തത്. 24 കോട്ടയം. കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്ന കെട്ടിടത്തിൽ പ്രവർത്തനം പാടില്ലെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതായി രേഖകൾ. മെയ് 24-ന് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനും പണിതീർത്ത പുതിയ ബ്ലോക്കിൽ സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങാനും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. 24 ബ്രേക്കിംഗുമായി ദീപക് തരമണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രത്യേക വിവരങ്ങൾ? പറയൂ. SKN, ഇത് സർക്കാരിൻ്റെ കത്താണ്. അതായത് സർക്കാർ നേരത്തെ തന്നെ ഈ കെട്ടിടം, അതായത് ഇന്ന് ഒരു മരണത്തിനിടയാക്കിയ ദാരുണമായ അന്ത്യത്തിനിടയാക്കിയ മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടം ഡിമോളിഷ് ചെയ്യാൻ തന്നെ അനുമതി നൽകിയതാണ്. മാത്രവുമല്ല, ഇവിടെ രോഗികളെ ചികിത്സിക്കരുത്, ഈ സർജിക്കൽ സമുച്ചയത്തിൽ അപകടകരമായ അവസ്ഥ ഈ കത്തിൽ തന്നെ വളരെ കൃത്യമായി DME, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കത്ത്, ആ കത്ത് അയച്ചത് മെയ് മാസം 24-നാണ്. അതായത് 24/5/2025 അയച്ച കത്താണ്. കത്ത് പോയിരിക്കുന്നത് പ്രിൻസിപ്പൽക്കാണ്. ആ കത്തിൽ വളരെ കൃത്യമായി പറയുകയാണ്, ഈ മെഡിക്കൽ കോളേജിലെ ഈ സമുച്ചയം വളരെ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് സൂചന പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. അതിലേക്കുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സർക്കാരിലേക്ക് കത്തയച്ചിരിക്കുന്നു എന്ന് പറയുന്നു SKN. അതുവരെ പഴയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ ബ്ലോക്കിൽ രോഗികളെ ചികിത്സിക്കണം. അതായത് അപകടകരമായ സാഹചര്യത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് യാതൊരു തരത്തിലും പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായി മെയ് മാസം 24-ാം തീയതി തന്നെ സർക്കാർ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്തയച്ചിരുന്നു എന്നുള്ളതും മാത്രവുമല്ല, ഒരു കാര്യം കൂടി അതിൽ പറയുന്നു. ഈ അപകടകരമായ അവസ്ഥയായതുകൊണ്ട് പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെ പരിശോധന നടത്തണം എന്നുകൂടി പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ SKN കൃത്യമായി പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഈ ദുരന്തത്തിന്, ഈ ഒരു അപകടത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഈ കത്ത് 24-ാം തീയതി മെയ് മാസം അയച്ച ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കത്ത് വ്യക്തമാക്കുകയാണ്. കാരണം അത്യന്തം ദാരുണമായ ഒരു അന്ത്യമാണ് അവിടെ ഉണ്ടായത്. ആ അന്ത്യത്തിൽ കൃത്യമായി സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടി വരും ഈ കത്ത് പ്രകാരം. കാരണം സർക്കാർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൃത്യമായി അവിടെ ചികിത്സ പാടില്ല എന്നറിയിച്ചിട്ടുണ്ട് SKN. മറ്റു പ്രധാന വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുടുംബത്തിന് നെടുന്തൂണായിരുന്ന ബിന്ദുവാണ് മരിച്ചത്. അപ്രതീക്ഷിത വിയോഗം കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നില്ല. നട്ടലിന് പരിക്കേറ്റ മകൾ നവമിയുടെ ചികിത്സയ്ക്കായിട്ടാണ് ബിന്ദുവും കുടുംബവും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയത്. ബിന്ദുവിൻ്റെ മൃതദേഹം നാളെ തലയോലപ്പറമ്പിൽ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മകളുടെ നട്ടെല്ലിന്റെ ചികിത്സയ്ക്കായി ചൊവ്വാഴ്ച രാവിലെയാണ് ബിന്ദുവും ഭർത്താവും മകനും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ചികിത്സയ്ക്കായി പോകുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരാമെന്ന ഉറപ്പു പറഞ്ഞാണ് ബിന്ദു ഉമ്മാകുന്നിൽ നിന്ന് പോയത്. പ്രായമായ അമ്മയുടെയും രോഗിയായ മകളുടെയും ഭർത്താവിന്റെയും ഏക ആശ്രയം. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അവള് തന്നെ, ഞാനല്ല, ഞാനൊന്നുമല്ല, 2 പിള്ളേരെ പഠിപ്പിച്ചതാ. എനിക്കതേ പറയാനുള്ളൂ. ഉമ്മാകുന്നിലേക്ക് ഇനി ബിന്ദു തിരിച്ചെത്തില്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല പ്രിയപ്പെട്ടവർക്ക്. ഇങ്ങനെ അപകട ന്യൂസ് വഴി ചെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ബിന്ദു ഇതിലുണ്ടെന്ന് അറിഞ്ഞില്ല. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല ബിന്ദുവിന്റെ ഇത്, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തലയോലപ്പറമ്പിലെ തുണിക്കടയിലായിരുന്നു ബിന്ദു ജോലി ചെയ്തിരുന്നത്. പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച അഡ്മിറ്റ് ആയത്. ഞങ്ങൾ വിളിച്ചിട്ട് 3 ആഴ്ച കഴിയുമ്പോൾ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു കൊച്ചിന്റെ. ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ഉച്ചയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. റാഫി കരീം, 24 കൊച്ചി. മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം നാളെ രാവിലെയാണ്. ആശുപത്രിയിൽ നിന്നും മൃതദേഹം മാറ്റുന്നതിനിടെ ചാണ്ടിയുമ്മൻ MLAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി.
നാളെ തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ തലയോലപ്പറമ്പിൽ നിന്ന് റാഫി കരീം ചേരുകയാണ്. റാഫി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആ നാട് മുഴുവൻ കണ്ണീരിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ബിന്ദുവിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ തേങ്ങുകയാണ് ബിന്ദുവിന്റെ കുടുംബവും ആ നാടും എല്ലാവരും. കാരണം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിലേക്ക് എത്തുന്ന ഓരോ ആളുകളോടും ബിന്ദുവിന്റെ അമ്മ ചോദിക്കുന്നത് തന്റെ മകൾ എവിടെ എന്നുള്ളതാണ്. കാരണം തന്റെ മകൾ മരിച്ചു എന്നുള്ള വിവരം ഇപ്പോഴും ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ അമ്മ 4 മണി മുതൽ വന്നവരോട് എല്ലാവരോടും പറയുന്നത് എന്റെ മകൾ തിരിച്ചു വരും എന്നുള്ളതാണ്. എന്നാൽ 7 മണിയോടുകൂടി ബിന്ദുവിന്റെ ഭർത്താവും ബിന്ദുവിന്റെ മൂത്ത മകനും അമ്മയോടെത്തി മരണവിവരം പറഞ്ഞതിന് ശേഷം ആ അമ്മ അപ്പോഴാണ് അമ്മ ബിന്ദു മരിച്ചു എന്നുള്ള കാര്യം വിശ്വസിക്കുന്നത്. അതിനുശേഷം ആർക്കും ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടായില്ല. ആ നിലയിലുള്ള വികാര നിർഭരമായ രംഗങ്ങളായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ വലിയ സങ്കട കാഴ്ചയാണ് നമുക്ക് എല്ലാവരുടെയും മുഖത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. ബിന്ദുവിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളും ബിന്ദുവിനെ അടുത്തറിയുന്ന നാട്ടുകാരും അടുത്ത ബന്ധുക്കളും എല്ലാവരും തന്നെ ഒരേപോലെ പറയുന്നതാണ്, ബിന്ദു ജീവിതകാലം മൊത്തം ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമായിരുന്നു. തുണിക്കടയിലെ ചെറിയ ജോലി കൊണ്ട് മകളെയും മകനെയും ബിന്ദു പഠിപ്പിച്ചു. സ്വന്തമായൊരു വീട് വേണമെന്നൊരു ആഗ്രഹം ബിന്ദുവിനുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പേരിൽ 3 സെന്റ് സ്ഥലത്ത് സർക്കാരിൽ നിന്ന് ലഭിച്ച തുകയും ബിന്ദു പണിയെടുത്ത പണവും എല്ലാം ചേർത്തൊരു വീട് പണിതു. ആ വീടിന്റെ പണി പൂർത്തിയാക്കാൻ ബിന്ദുവിന് കഴിഞ്ഞില്ല. ആ നിലയിലുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോഴും തന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ബിന്ദു ശ്രദ്ധിച്ചിരുന്നു. മൂത്ത മകനെ എഞ്ചിനീയറിംഗിനാണ് ബിന്ദു പഠിപ്പിച്ചത്. രണ്ടാമത്തെ മകൾ BSc നഴ്സിംഗിനും ബിന്ദു പഠിപ്പിച്ചു. ആ നിലയിൽ മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്നതിന് ബിന്ദു ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള മകളുടെ ചികിത്സക്കായാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി 7 ദിവസം ബിന്ദു കഴിഞ്ഞു. ആ 7 ദിവസത്തേക്ക് വേണ്ടിയാണ് ബിന്ദു പോയത്. മകൾക്ക് ശസ്ത്രക്രിയ നടത്തുക എന്നുള്ളതായിരുന്നു ബിന്ദുവിന്റെ പ്രധാനപ്പെട്ട യാത്രാ ഉദ്ദേശം. അങ്ങനെ 3 ദിവസത്തിന് ശേഷമാണ് ബിന്ദുവിന് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും ബിന്ദു 7 ദിവസത്തിന് ശേഷം മകളുടെ രോഗം എല്ലാം മാറ്റി തിരിച്ചെത്തുന്നത് കാത്തിരുന്ന ബന്ധുക്കൾക്കും നാട്ടുകാരിലേക്കും മുന്നിലേക്ക് ബിന്ദുവിന്റെ മരണ വാർത്തയാണ് എത്തിയത്. നാളെ രാവിലെ 7 മണിയോടുകൂടിയായിരിക്കും ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. നാളെ ഉച്ചയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും ഒരു വാർത്ത വരുന്നുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി KN ബാലഗോപാലും BJP പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെ അവിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്നാണ് അവിടെ ട്രിപ്പ് കൊടുത്ത് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിലാണ് അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. KN ബാലഗോപാലുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് അവിടുത്തെ BJP നേതാവാണെന്ന് മനസ്സിലാകുന്നു. കേരളത്തിൽ ധനകാര്യമന്ത്രിയാണ്. ഞങ്ങൾ വളരെ ബഹുമാനപൂർവ്വമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുൻവെച്ച സംസാരിച്ചത്. പക്ഷേ അയാൾ കാണിച്ച ധിക്കാരപരമായ നിലപാട് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ധനകാര്യമന്ത്രിക്കെതിരെ വരും ദിവസം ശക്തമായ അയാളുടെ വീട്ടിൽ കയറി, അയാളുടെ ക്യാമ്പ് ഓഫീസിൽ കയറി അയാളുടെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം BJP കാഴ്ചവെക്കും. യാതൊരു സംശയവുമില്ല. അല്ല മന്ത്രി ശരി, മന്ത്രിയുടെ അവസ്ഥ എന്താണ്? ആരോഗ്യമന്ത്രിക്ക് എന്താണ് ഇപ്പോൾ അവസ്ഥ? സാറേ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അവരുടെ സാർ ഓക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാൻ അവകാശമില്ല സാറേ. ഞങ്ങൾക്ക് അവകാശമില്ലേ? അത് ഞങ്ങളൊന്ന് ബോധ്യപ്പെടുത്തട്ടെ. പിന്നെ അവരിപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണ്ടേ? അപ്പൊ ഞങ്ങളെ എല്ലാവർക്കും അവമാനിക്കാന്നോ? ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാവർക്കും അവമാനിക്കാനോ? അതെ, ഞാൻ ചോദിക്കട്ടെ ഇത്രയും ഉദ്യോഗസ്ഥർക്ക് നോക്കിയിരിക്കുക ധനകാര്യമന്ത്രി കാണിച്ച് ബാലഗോപാൽ കാണിച്ചത് ശരിയായ പ്രവണതയാണോ? സാർ പറയൂ. ഞങ്ങൾ സംഘർഷം ഉണ്ടാക്കിയോ? ഞങ്ങൾ അദ്ദേഹത്തിന് പോയി പ്രതിഷേധം ഉണ്ടാക്കിയോ? ഒന്നും ചെയ്ത് ഞങ്ങൾ സമാധാനപരമായി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മന്ത്രി വന്ന് അവഗണിച്ചിട്ട് അപമാനിച്ചിട്ട് പോയത്. അതിനായി ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ആരോഗ്യമന്ത്രി കയറി പോകുമ്പോൾ അല്ല, അത് ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ അറിയണം. ആരോഗ്യമന്ത്രിയുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി ഞങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ ശരി, ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. അവർക്ക് രോഗങ്ങൾ വരാം. അവരൊരു നല്ല രോഗാവസ്ഥയിലാണ്. ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്. പക്ഷെ അവരുടെ അവസ്ഥ ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ അറിയിച്ചു തരണം.
സുജിത്തെ, എന്താണ് ഈ താലൂക്ക് ആശുപത്രി നടക്കുന്നത്? മന്ത്രി അവിടെ ദേഹാസ്വാസ്ഥ്യം ബാധിച്ച് അവിടെ പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ ആളുകൾ അത് അറിഞ്ഞിട്ടേ മടങ്ങിപ്പോകുമെന്ന് പറയുന്ന ഈ നേതാവിൻ്റെ പേരെന്താണ്? BJP മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ഉള്ളത്. അനീഷ് കേക്കര ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ഉള്ളത്. അവർ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ അല്പസമയം മുമ്പാണ് KN ബാലഗോപാൽ ധനകാര്യമന്ത്രി ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ഇതേസമയം അപ്പോഴാണ് ഇവർ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം മന്ത്രി ഇറങ്ങി വന്ന ഈ BJP പ്രവർത്തകരുടെ അടുക്കലേക്ക് എത്തുകയായിരുന്നു. അവരോട് എന്തുണ്ട് വിശേഷങ്ങൾ തിരക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് മന്ത്രിയോട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട വിഷയങ്ങളല്ല, ഇപ്പോഴല്ല ഈ വിഷയങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് ധനമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് BJP പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചത്. അതോടുകൂടി ഈ മന്ത്രിക്കൊപ്പം എത്തിയ CPM പ്രവർത്തകരും ഈ വിഷയം ഏറ്റുപിടിക്കുകയായിരുന്നു. അങ്ങനെ മന്ത്രി ഇവരുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വാഹനത്തിൽ മടങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് BJP പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി ധനമന്ത്രി KN ബാലഗോപാലിനെ ദൃശ്യങ്ങളിൽ കാണാം. ധനമന്ത്രി ഇവരോട് ചെറുതായി സംസാരിച്ചതിന് ശേഷം മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ ആശുപത്രിയല്ല കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോഴാണ് BJP പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും മന്ത്രിയോട് പിടിച്ചു നിർത്തി സംസാരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയതെന്ന് തോന്നുന്നു. സുജിത്ത്, എന്തായിരുന്നു അപ്പോഴുണ്ടായത്? അതെ, എസ്കൻ പറഞ്ഞത് തന്നെയാണ്. ഈ മന്ത്രി വീണ ജോർജിനെ സന്ദർശിച്ച ശേഷം മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഒരു സംഘം BJP പ്രവർത്തകർ നിൽക്കുന്നത് കണ്ടത്. അവരുടെ അടുക്കലേക്ക് മന്ത്രി ചെല്ലുകയായിരുന്നു. മന്ത്രി അവരുടെ അടുക്കലേക്ക് ചെന്ന് എന്തുണ്ട് വിശേഷങ്ങളെന്ന് തിരക്കുമ്പോഴാണ് ഞങ്ങളോട് ചില കാര്യങ്ങളൊക്കെ മന്ത്രിയോട് പറയാനുണ്ട്, കൊട്ടാരക്കര MLA കൂടിയായ മന്ത്രിയോട് പറയാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട സന്ദർഭമല്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഇവർ പ്രകോപിതരായത്. BJP പ്രവർത്തകർ അപ്പോഴേക്കും പ്രകോപിതരായി മന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുകയായിരുന്നു. അപ്പോഴേക്കും മന്ത്രിക്കൊപ്പം എത്തിയ CPM പ്രവർത്തകരും ഇവർക്കെതിരെ വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയ ശേഷം മന്ത്രി മടങ്ങിയത്. ഇപ്പോൾ DYSP ബൈജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അനുനയിപ്പിച്ച് മടക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിഷേധം പാടില്ല, നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധം പാടില്ല എന്ന് DYSP ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുകയാണ്. റൂറൽ SP സാബു മാത്യു ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം CIയുടെ നേതൃത്വത്തിൽ ഇവരോട് ഇവിടെ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ അതിന് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. BJPയുടെ കൊല്ലം ജില്ലയിലെ തലമുതിർന്ന നേതാക്കൾ ഇവരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടണം. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ആശുപത്രി പ്രവേശിപ്പിക്കുന്ന സ്ഥലത്ത് പോയി പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യസഹജമായ രീതിയിൽ ആലോചിച്ചാൽ പോലും അത് ശരിയായ നടപടിയല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ബിന്ദുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് UDFും BJPയും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംഭവത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടം ഒരു ജീവൻ കവർന്നതോടെ ആരോഗ്യവകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സത്യത്തിൽ ആ മരണത്തിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കേണ്ടതാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ്. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രക്ഷാപ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കാലതാമസമുണ്ടായി. ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം വാർഡിലും 6ാം വാർഡിലും ബലക്ഷയമുണ്ടെന്ന ആശങ്കയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും. നടന്ന ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഞങ്ങൾ ബാത്റൂമിൽ കയറാൻ ചെന്നപ്പോഴത്തേക്ക് അത് മൊത്തം ഇങ്ങനെ താഴത്തോട്ട് വീഴത്തക്ക രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ച് നിൽക്കുക. അപ്പം അതിനും ഭയങ്കരമായിട്ട് ബലക്ഷയം ഇപ്പം ഉണ്ട്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്.
24 തിരുവനന്തപുരം. പ്രൈം ടൈം തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് തെരുവിലിറങ്ങി. പലയിടത്തും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിക്ക് നേരെയും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സലീം, തലസ്ഥാന ജില്ല ഉൾപ്പെടെ മറ്റ് പലയിടങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ നടന്നുവെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് സാക്ഷിയായ ദിവസമാണിന്ന്. തിരുവനന്തപുരത്താകട്ടെ അതൊരു മാരത്തോൺ പ്രതിഷേധമായിരുന്നു. വിവിധ സംഘടനകളുടെ പ്രതിഷേധം മിനിറ്റിട വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുകയും ചെയ്തു. അതിൽ കോൺഗ്രസും BJPയും മറ്റ് പോഷക സംഘടനകളും എല്ലാം ആ പ്രതിഷേധത്തിൽ അണിചേർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കായിരുന്നു ആദ്യം പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പോലീസിന് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. വിവരം ലഭിച്ചു തുടങ്ങി ബാരിക്കേഡ് തയ്യാറാക്കുമ്പോഴേക്കും മറുവശത്തുകൂടി എത്തി മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയും ചെയ്തു. ഈ സമരം അരമണിക്കൂർ നീണ്ടുനിന്ന് അതിനുശേഷം ആ സമരം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് ജലപീരങ്കി വാഹനം ഉൾപ്പെടെ സ്ഥലത്തെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവിന്റെ മാർച്ചുണ്ടായി. പിന്നാലെ യൂത്ത് ലീഗ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ഫ്രണ്ട് മാർച്ച് നടത്തി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് ജില്ലകളിലും സമാനമായിരുന്നു സാഹചര്യം. ഒട്ടുമിക്ക ജില്ലാ ആസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും BJPയുടെയും ഒക്കെ പ്രതിഷേധവും മന്ത്രിയുടെ കോലം കത്തിക്കലും ഉൾപ്പെടെ ഉണ്ടായി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധമെല്ലാം നടന്നിരിക്കുന്നത്. നാളെ മുതൽ കൂടുതൽ ഈ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. KPCC തന്നെ ഔദ്യോഗികമായി ആഹ്വാനം ചെയ്ത് നാളെ വിവിധ എല്ലാ മണ്ഡലം തലങ്ങളിലും പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ച് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് ആ മാർച്ച് നടക്കുക. ഒപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ KPCC യോഗത്തിൽ സംസ്ഥാനത്തിലെ താലൂക്ക് ആശുപത്രികളിലെ അനാസ്ഥയ്ക്കെതിരെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിരുന്നു. അതും ഈ സാഹചര്യത്തിൽ അതിനും രാഷ്ട്രീയ പ്രാധാന്യമേറും. SKN. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത്. തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ മരണം നിർഭാഗ്യകരമായി എന്ന് വേണം പറയാൻ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.